കഴിഞ്ഞ ദിവസമായിരുന്നു സി കേരളത്തിൽ ട്രെൻഡിംഗ് വണ്ണായി ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലിൽ നിന്ന് നടൻ പ്രബിൻ ഇറങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നത്. കുടുംബശ്രീ ശാരദയിൽ ഇനി ഞാനില്ല എന്നതായിരുന്നു അദ്ദേഹം പങ്കുവച്ച വാർത്ത. ഇത്രയും നാളും പ്രേക്ഷകർക്ക് സംശയം ഉണ്ടായിരുന്നുവെങ്കിലും അവർ ചോദിച്ചിരുന്നുവെങ്കിലും അതിനൊന്നും മറുപടി കൊടുക്കാനൊരു സാഹചര്യം പ്രബിൻ ഉണ്ടായിരുന്നില്ല. സീരിയലിൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്നതുവരെ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ലല്ലോ എന്നതാണ് അദ്ദേഹം ഇപ്പോൾ ലൈവിൽ വന്ന് പറഞ്ഞത്. ഒരു വർഷം മുൻപേ തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. 2025 ഒക്ടോബർ തൊട്ട് ഡിസംബറിനിടയിൽ ഇത് അവസാനിക്കുമെന്നാണ് കരുതിയത്. അങ്ങനെ അവസാനിക്കണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് സീരിയൽ അധികൃതർക്ക് ഇപ്പോൾ ഇങ്ങനെ നിർത്തേണ്ടി വന്നത്. അവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ആ സീരിയൽ മികച്ചതായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെങ്ങനെയാണ് അത് നിർത്താനാവുക? ഞാൻ 2024 ആയപ്പോഴേ ഈ സീരിയലിൽ നിന്ന് ഇറങ്ങും എന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ അധികൃതരെല്ലാവരെയും അറിയിച്ചതാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഒരു വർഷം കൂടി കാത്തിരിക്കാമോ എന്നത്. എനിക്ക് എൻ്റേതായ പേരും പ്രശസ്തിയും തന്ന സീരിയലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സീരിയൽ അധികൃതർ പറയുന്നത് കേൾക്കാൻ ഒരു മടിയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സീരിയലിന് വേണ്ടി ഞാൻ ഒരു വർഷം സമയം കൊടുത്തു. പക്ഷേ അതിപ്പോഴാണ് അവസാനിച്ചത്. ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കഥാപാത്രത്തിനൊരു ചെറിയ ട്വിസ്റ്റൊക്കെ നൽകിയാണ് ഇപ്പോൾ അവസാനിച്ചത്. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരിവിടെ ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞ് പുറത്തറിയിക്കുന്നില്ല. നിങ്ങൾ എപ്പിസോഡ് കാണണം. ഇങ്ങനെ അവസാനിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ സീരിയൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയല്ലാതെ മറ്റൊരു രീതിയിൽ ഈ കഥ എഴുതാനാകില്ല. അതുകൊണ്ട് തന്നെ അധികൃതരെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അവർ എനിക്ക് വേണ്ടി പരമാവധി നിന്നിട്ടുണ്ട്. എൻ്റെ ഒരു പ്രശസ്തിയൊക്കെ തന്നെ മാറിയത് ഈ സീരിയലിൽ വന്നതിന് ശേഷമാണ്. എല്ലാവരും എന്നെ മിസ് ചെയ്യുന്നുവെന്നും ഇനി എനിക്ക് ആ സീരിയൽ കാണാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഞാൻ മനോഹരമാക്കിയ സീരിയലാണ്. നിങ്ങളെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ്. അതുപോലെ വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന ഒരു സീരിയലാണ്. അതിനെ നിങ്ങൾ കാണാതിരിക്കരുത് എന്നും അത് എനിക്കാണ് വിഷമമുണ്ടാവുക എന്നുമാണ് അദ്ദേഹം പറയുന്നത്. സീരിയലിലെ പ്രശ്നം ഒന്നും കൊണ്ടല്ല ഞാൻ ഇറങ്ങിയത്. 2 വർഷങ്ങൾക്ക് മുൻപേ ഞാനത് ശരിക്കും പറഞ്ഞാൽ തീരുമാനിച്ചതാണ്. ഞാൻ അധികൃതരെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു. എൻ്റേതായ പേഴ്സണൽ കാര്യം മാത്രമാണ് ഇതിനുള്ളത്. അതെനിക്കിപ്പോൾ വെളിപ്പെടുത്താനാകില്ല. എനിക്ക് എല്ലാവിധ സ്നേഹവും ആ സീരിയൽ സെറ്റിൽ തന്നിരുന്നു. എനിക്ക് വേണമെങ്കിൽ മറ്റൊരു സീരിയലിൽ അഭിനയിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതായി വന്നു. അത് നിങ്ങളെല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കിതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് ഇപ്പോൾ പ്രബിൻ ഒരു ലൈവിൽ വന്ന് ഇതിനെക്കുറിച്ച് പറയുന്നത്. എനിക്ക് എല്ലാം തന്നതും ഈ കഥാപാത്രമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പോകാനാകില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എല്ലാവരോടും കാര്യം പറഞ്ഞിരുന്നത്. എന്നാൽ നിങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കില്ല. ടെലികാസ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്കത് പുറത്തു പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.